तो ना अजमान में बहुत कॉटन का ना टेक्सटाइल का बिजनेस था ना बहुत पहले। वो 15 साल पहले ऐसे 20 साल पहले ऐसे कुछ था। और इधर से एक्सपोर्ट, उधर इंडिया से एक्सपोर्ट नहीं होता, इधर से एक्सपोर्ट करे इधर अमेरिका में जाएगा, ऐसे कुछ सेटिंग था। अच्छा। इसकी वजह से अजमान में बहुत था ये टेक्सटाइल का, स्टिचिंग वगैरह था। अच्छा, लोग यहाँ से एक्सपोर्ट करने के लिए आए, सेटअप बनाए होंगे जो है उसी वजह से कि यहाँ से बहुत सारा चीज़ फ्री एक्सपोर्ट हो जाता है, या तो बाहर से आज के यहाँ से चले जाता है, तो इसकी वजह से इनको पिछले टाइम वाला डॉक्यूमेंट वो दिखाना पड़ेगा वहाँ पे कुछ। 1 लाख रुपये जा रहे हैं। फिर आगे भी हमको इधर ही रहना है, इधर काम भी करना है, तो ये सब दिक्कत वाला काम है पूरा। नहीं तो लोकल लिए से करना पड़ता है। वो लोकल वाला अपना काम मेन हमारा वहाँ से सब काम है, माल परचेज करके वहाँ से। आप उधर इंपोर्ट करके क्या कर रहे हैं? वहाँ पे यार्ड है मेरा, वहाँ पे वहाँ से अपना अच्छा बड़ा गैरेज है ये, ऐसा कि 4 गोडाउन से ये सब वहाँ से माल रख के देखो, टेलर रोड और अच्छा वहाँ से जिसको जैसा चाहिए 2 टन 5 टन 10 टन 20 टन लेके जाता है। अच्छा हम ऐसा लाट में नहीं बेचते, जो भी माल लोड होके जाता है वहाँ से जरूरत के हिसाब से मेल के टोल के टल्ले वही तो सब चक्कर करना सेटिंग से बीच में बहुत सारे लोग पकड़े। कैमरे लड़ी के लिए नहीं, इसमें कोई दिक्कत ही नहीं। ये पाइप में जाता है ना, पाइप के अलावा पास वो लोग स्क्रैप दिखाते हैं। പിടിച്ചെടുത്തൂല പോകുമ്പോഴത്തേക്ക് അങ്ങ് അടിച്ചോണ്ട് അങ്ങ് പോകും. നേരെ അങ്ങോട്ട് ചൊണ്ട് പോയാൽ അവരങ്ങ് കാശ് എടുത്തോളും. डिक्लेयर करेंगे ना तो ഇതെന്താ തൂക്കിയിട്ടെങ്ങനെ അത് എത്ര മീറ്റർ ഹൈറ്റിലുള്ള വണ്ടി പോകാൻ പറ്റുള്ളൂ സാർ. ഓക്കെ नहीं सर ये जो हेवी व्हीकल एല്ലാം വേറെ സൈഡിൽ അത്ര ഹൈറ്റ് ഉള്ള बहुत सारे लोग फ्रॉड किए, वो क्या को कमा रही थी यहाँ नहीं हो पाएगा। ആ ഷാർലോട്ട് അല്ലേ? ബുർജ് ഖലീഫ അല്ലേ കാണുന്നത്? അതെ നേരെ കാണുന്നതാണ് ബുർജ് ഖലീഫ. കാട്ടോട്ടെ റൈറ്റിലോട്ട് എടുത്താൽ നല്ല ഒരു ഹോട്ടൽ ബിൽഡിംഗ് കാണാം. വെരി നൈസ്. നല്ല പ്രകൃതി രമണിയാക്കി എടുത്തേക്കുന്നത്. ഇതുണ്ട് അതിന് എൻട്രി ഈജിപ്ഷ്യൻ ആണല്ലോ, മമ്മിയുടെ പോലത്തെ ഫോട്ടോ ഉണ്ട്. ഫറോവ ഇതെന്താണ് സംഭവം? മാള വാഫി
വാഫി അല്ലേ അത്? ആയിരിക്കാം. മാഫി എന്നാണ് പേര്. വാഫി വാഫി मैंने देखा पूरा रेड हो गया पूरा. അതുകൊണ്ട് ആ ബിൽഡിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടോ ഒരുമിച്ചുള്ള ബിൽഡിംഗ് അതിനകത്ത് നടുക്ക് കാൻഡിലിവർ ഉണ്ടോ? ആ ഒരു ഭാഗം കാറ്റത്തിക്കുന്നുണ്ടോ? അപ്പം വരും. കാറ്റത്തിക്കുന്ന ഇതെല്ലാം ന്യൂ ദുബൈയും അത് പഴയ ദുബൈയും. ഇത് പഴയതും അത് പുതിയതും. പുതിയതായി കാണാൻ പറ്റില്ല, പുതിയത് മഞ്ഞത്തില്ല. അതെ, ഈ ഒരു ഫുൾ ലൈൻ എല്ലാം പുതിയ ബിൽഡിങ്സ് ആണ്. ബുർജ് ഖലീഫ, അതേപോലെ പല പല ബിൽഡിങ്സ്. ഈ പോസ്റ്ററിൻ്റെ പുറകെ അതാ ഈ ബിൽഡിംഗ്. അതിനകത്ത് ആ തൂങ്ങി കിടക്കുന്ന പാർട്ട് അത് സ്വിമ്മിംഗ് പൂളാണ്. യെസ്. കേറിയിട്ടുണ്ടോ അവിടെ? ഇല്ല, കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇത് ഫ്രെയിം അല്ലേ? അത് ഫ്രെയിം അല്ലേ? ദുബൈ ഫ്രെയിം. ദുബായ് ഫ്രെയിം. ഈ ഓർഡർ വണ്ടി ഉണ്ട് എലമെന്റ് ആ, ഇത് വണ്ടി ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. സോളിന്റെ പോലെ ഉണ്ട്. കിയുടെ സോൾ എന്ന് പറഞ്ഞില്ലേ? ഫ്രെയിം ദുബായ് ഫ്രെയിം. റൈറ്റിലുണ്ട്, അവൻ റൈറ്റിലാ. ദുബായ് ഫ്രെയിം. ഫ്രെയിം എടുക്കട്ടെ. അത് തന്നെ, ഫ്രെയിം എടുക്കട്ടെ. അതിന്റെ നടുക്ക് നിന്ന് അതിന്റെ റൈറ്റ് സൈഡ് ഓൾഡ് ദുബൈയും ലെഫ്റ്റ് സൈഡ് ന്യൂ ദുബൈയും ആണ്. അതെ അതെ. ആ ഫ്രെയിമിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയാ പാലാണ് ആ സൈഡിലത്തോ. ഞാൻ ഈ ഭാഗമായിരുന്നു പറഞ്ഞത് കേട്ടോ. ഇത് ഈ ബിൽഡിംഗ് ആണല്ലേ പറഞ്ഞത്? ആ സൈഡിലേക്ക് എല്ലാം പൂളാണല്ലേ? ആ, ഫ്രെയിം കിട്ടി. ഇതും കൊള്ളാം, നല്ല ബിൽഡിങ്. ഒരു വെറൈറ്റി ഉണ്ട്. കണക്ട് ചെയ്തേക്കണ മേലെ. ഫസ്റ്റ് ബിൽഡിംഗ് ഇതാണ്. ഈ കാണുന്നതാണ് വൈറ്റ് ബിൽഡിംഗ്. ഇവിടുത്തെ ഫസ്റ്റ് ബിൽഡിംഗ് ആണ്. പഴയ ഫോട്ടോസിലൊക്കെ കാണാം ഒറ്റ ബിൽഡിംഗ്. യെസ് യെസ്. അത് പോയി. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഇത് മെട്രോ സ്റ്റേഷൻ. ഓ, എന്റെ മുട്ട അതായി. എന്റെ മുട്ടയാ? അല്ല, എന്റെ മുട്ട. ഞാൻ പറഞ്ഞ മുട്ട. എന്തോടെ എന്റെ ചാനലിൽ എന്നെ ആകും. അത് മെട്രോ പോകുന്നു, ദുബായ് മെട്രോ. എൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ് ഫ്യൂച്ചർ മ്യൂസിയം. അവിടെ നമുക്ക് നിൽക്കാം. പിന്നെ അതൊരു വലിയ ബിൽഡിങ്ങാണ്. യെസ്. इतना ऊपर देखने के ऊपर से नीचे देखने के लिए 300-400 ले लेगा. एक समय 120 है नहीं, अभी ज़्यादा. और तुरंत जाने के लिए 400 है. अच्छा, पहले से बुक करेंगे तो पहले से उसको करेंगे तो എൻറ്റ്ലേ ലെക്സസ് കണ്ട മെർസിഡീസിൻ്റെ പിക്കപ്പ് കേട്ടോ. നേരെ കാണുന്നത്. उड़ीसा में तो बीच में बहुत तबाही हुआ तो ये बारिश की वजह से. हाँ पानी भी बहुत भर जाता है बारिश के टाइम में. कैच करेंगे तो വെറൈറ്റി ഷേപ്പ് ബിൽഡിങ്സ്. ആർക്കിടെക്ട്സിനൊക്കെ തോന്നുന്ന പോലെ അങ്ങോട്ട് പാരിച്ച് വെക്കും ഡ്രോയിങ്ങിൽ. എന്നിട്ട് അതങ്ങ് അവർ ബിൽഡിംഗ് ആക്കും. അതാണ് ഇവിടുത്തെ. യെസ്. पिछले टाइम
മിനി കൂപ്പർ GT നേരത്തെ വെച്ചിട്ടുണ്ട്. ഒരു റോൾസ് റോയ്സ് കാണാൻ മനസ്സമാധാനം. കാണും.